ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു പുതിയ സബ്ജക്റ്റാണ്. ഓരോ പാവത്തിലെ ഓരോ ഫലങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ പാവങ്ങൾ സാധാരണ ആൾക്കാർക്കറിയാം. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ അസ്ട്രോളജിയുമായിട്ട് ബന്ധമില്ലാത്ത സാധാരണ ജനങ്ങളാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരു ഡൗട്ട് കാണും. ഇവർ ഓരോ സംഭവങ്ങൾ പറയുന്നത് എങ്ങനെ പറയുന്നത് എന്താണെന്നുള്ള അറിയാനുള്ളൊരു ജിജ്ഞാസ കാണും. അപ്പം നമുക്ക് അറിയേണ്ടതെന്ന് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാം ഭാവം, അല്ല രണ്ടാം ഭാവം, മൂന്നാം ഭാവം, അല്ലെ ഫസ്റ്റ് ഹൗസ്, സെക്കൻഡ് ഹൗസ്. നമുക്ക് ടോട്ടൽ സോഡിയാക് സൈനിൽ 12 കോളങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ 12 മാസം, ഈ 12 മാസത്തിന് ഓരോ സബ് ഡിവിഷൻസ് ഉണ്ട്. ഈ സബ് ഡിവിഷൻ അപ്പോൾ ഈ ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളെ നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ജനുവരി, ഇപ്പോൾ ഈ അല്ല ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ മന്ത് പറയുന്നതും ഈ മലയാളത്തിലെ മേട ഇടവം അങ്ങനെ പറയും. പക്ഷെ ഇത് കൂടാതെ നമുക്കിതിനകത്തെ ചില മീൻസ് എന്താ പറയുന്നത്, ഹൗസ് ഈ പറഞ്ഞ ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് പറയാം, മേട ഇടവും മിഥുനം കർക്കിടകം. പക്ഷെ നമ്മൾ ജനിക്കുമ്പം ജനിക്കുന്ന സമയത്ത് നമ്മുടെ മേളിലൊരു ചന്ദ്രനെ നിൽപ്പുണ്ട് ആകാശത്ത്. അപ്പോൾ ഒരു നമ്മൾ ജനിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അപ്പം സൂര്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അച്ഛനാണ്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അപ്പോൾ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഓരോ റേഡിയേഷന് ആ ഇതിലോട്ട് ആ പ്ലാനറ്റ് അവിടുന്ന് ആ നക്ഷത്രത്തോട്ട് പോകും. അപ്പോൾ ആ നക്ഷത്രം എവിടെയാണ് ജനിക്കുന്നത്, അപ്പോൾ ഒരു സാറ്റലൈറ്റ് മാതിരി പ്രവർത്തിക്കുക. ആ നക്ഷത്രം എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു നക്ഷത്രത്തിൻ്റെ ആ ഒരു റേഡിയേഷനിൽ അത് വരുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ എനർജി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകര, അങ്ങനെ ഓരോരോ നാൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ നാളിൽ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരുമ്പം 12 കോളത്തിൽ 10ാമത്തെ കോളത്തിലാകാം, ചിലപ്പോൾ 5ാമത്തെ കോളത്തിലാകാം. നമ്മളെ രത്നം പലയിടത്ത് രത്നമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇത് പഠിക്കാം. ധനസ്ഥിതി, ഭാഗ്യസ്ഥാനം, ധനസ്ഥാനം, കർമ്മസ്ഥാനം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളെല്ലാം ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണുന്ന മാതിരി അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാര്യത്തോട്ട് കിടക്കാം. ഒരു ഇൻട്രൊഡക്ഷനായി. അപ്പം നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം 1ാം ഭാവം, 2ാം ഭാവം, 3ാം ഭാവം, അപ്പോൾ അങ്ങനെ 12 ഭാവങ്ങളാണല്ലോ. അപ്പോൾ 1ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ പ്രഭാവം, വ്യക്തിയുടെ ക്യാരക്ടർ, വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ ആ വ്യക്തിത്വം അറിയാൻ, അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ 2ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഫാമിലി, നമ്മുടെ ക്യാരക്ടറെ, നമ്മളും നമ്മുടെ കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം, അങ്ങനെയൊക്കെ ഉള്ള ഇത് സിമ്പിളായിട്ട് പറയാനാണ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു സബ്ജക്റ്റ് നമുക്കൊരു 10 മിനിറ്റിൽ ഈ വീഡിയോ തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഈ പറയുന്നത്. അപ്പോൾ അത് 2ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ആ വൈഫ്, കുട്ടികൾ അടങ്ങുന്ന ഒരു വീട്. അതേമാതിരി 3ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാരെ, മീൻസ് അയൽവക്കക്കാരെ, നമ്മുടെ ബ്രദറ്, നമ്മുടെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ അമ്മയുടെ അങ്ങനെ സഹോദരി, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ, അമ്മയുടെ സിസ്റ്ററിൻ്റെ ആളുടെ ചേച്ചിമാർ, അങ്ങനെയുള്ളത്. പിന്നെ നമ്മുടെ ഈ ബ്രദേഴ്സ്, അല്ലെങ്കിൽ അയൽവക്കക്കാരെ, ഫ്രണ്ട്സ്, ഇപ്പം ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ നമ്മുടെ 3ാം ഭാവം. ഇവൻ എന്താ പറയുന്നത്, ഇലക്ഷൻ്റെ സംഭവം പോലെ ഇല്ല, ഇലക്ഷന് ജയിക്കുകയോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ ആരും 3ാം ഭാവം പാടാണെന്ന രീതിയിൽ ജയിക്കത്തില്ല. അപ്പം അങ്ങനെ 3ാം ഭാവത്തിൽ നിന്ന് അങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്. അടുത്ത നോക്കിയിട്ട് സപ്പോസ് 4 എന്ന് പറഞ്ഞാൽ അവിടെ അമ്മയാണ് മെയിനായിട്ട് ചിത്രീകരിക്കുന്നത്. അമ്മ അങ്ങനെ പിന്നെ ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ കുറേ പൊസിഷനാണ്. അടുത്ത ഇപ്പം 5 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5ാം ഭാവം തന്നെ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഉണ്ടാകുന്നത്, ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ 5ലാണ് നമ്മൾ കുട്ടിയുടെ, പ്രത്യേകിച്ച് ഒരു മൂത്ത കുട്ടിയാണ് 5, 2ാമത്തെ കുട്ടി 7ാം ഭാവം വരും, 3ാമത്തെ കുട്ടി 9ാം ഭാവം. പക്ഷേ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുട്ടികളെ 5ലാണ്. പ്രത്യേകിച്ച് അതേമാതിരി ലവ് മാരേജിൻ്റെ ഒക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ 5ആണ് നോക്കുന്നത്. ലവ് മാരേജ് അല്ലെങ്കിൽ ഇതുമായിട്ട് എഡ്യൂക്കേഷൻ ചെക്ക് ചെയ്യുന്നത് 5. അതുകൊണ്ട് ഹയർ സ്റ്റഡീസ് ചെക്ക് ചെയ്യുന്നത് അടുത്ത പൊസിഷനിൽ പോകും. അപ്പോൾ അത് അങ്ങനെയാണ് 5 എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പോലത്തെ. ഇപ്പോൾ ഇത് ഷോർട്ടായിട്ട് ഏകദേശം ഒന്ന് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞാണ്. പിന്നെ അതേമാതിരി സപ്പോസ് 6 എന്ന് പറഞ്ഞാൽ 6ാം ഭാവം നോക്കി കഴിഞ്ഞാൽ കടങ്ങളെ, ബാങ്ക് ലോണ്, ചിലർക്ക് ഒത്തിരി അതിക്രമിച്ചിരിക്കുന്ന ലോണുകൾ, ചെറിയ കടങ്ങൾ, ചെറിയ അസുഖങ്ങൾ, വലിയ അസുഖമല്ല ചെറിയ അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതെല്ലാം
6-ാം ഭാവം നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 7-ാം ഭാവം നോക്കുന്നത്. 7-ാം ഭാവം എന്ന് നമ്മുടെ ബിസിനസ് പാർട്ട്ണർ, നമ്മുടെ വൈഫ്, നമ്മുടെ സ്വന്തം നമുക്ക് നിങ്ങളുടെ എല്ലാം വൈഫ് അല്ലെങ്കിൽ വൈഫിനെ സംബന്ധിച്ച് ഒരു ലേഡീസിനെ അവരുടെ ഹസ്ബൻഡിനെ അറിയണമെന്ന് 7-ലാണ് നോക്കുന്നത്. 7 നോക്കിക്കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അത് തന്നെയാണ്. ഗെറ്റിംഗ് എ ഗുഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ഗുഡ് പാർട്ട്ണർ. ഇപ്പം പാർട്ട്ണർ ചീറ്റ് ചെയ്യുന്നുണ്ട്, വൈഫ് ചീറ്റ് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് തിരിച്ചും മറിച്ച് അങ്ങനെ പറഞ്ഞ മാതിരി ഈ ഒരു അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 7-ാം ഭാവം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇപ്പം 7 എന്ന് പറയുന്നത്. അതേമാതിരി അടുത്ത് നമുക്ക് നോക്കാം 8 പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, മരണത്തിൻ്റെ കളി എന്ന് വേണമെന്ന് പറയാം. കാരണം വലിയ ആക്സിഡൻറ്റ്, മേജർ ആക്സിഡൻറ്റ്. അപ്പോൾ ചെറിയൊരു അസുഖമാണെന്ന് വരി നമുക്ക് 6-ാം ഭാവത്തിൽ ആണ് നമുക്ക്. അതേമാതിരി പാർട്ട് ടൈം ജോബ് ഇങ്ങനെയൊക്കെ ഉള്ള 6-ാം ഭാവത്തിൽ സപ്പോസ് ചില കാര്യങ്ങൾ. അപ്പോൾ അതുമാതിരിയുള്ള പക്ഷേ 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ വലിയ ആക്സിഡൻറ്റ്, ലോങ് ടേം ഡിസീസുകൾ, അല്ലെന്ന രീതിയിൽ ഈ പറഞ്ഞ മാതിരി ലോട്ടറി അടിക്കാനുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോട്ടറി അടിക്കാനുള്ള വേണ്ടി ഒത്തിരി സമ്പത്തും വരുന്നത്. അത് പോസിറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8-ാം ഭാവം ചിലപ്പോൾ പോസിറ്റീവായി കഴിഞ്ഞാൽ അവിടുത്തെ പിന്നെ നോക്കണം നമ്മുടെ ഗ്രഹങ്ങളുടെ അവിടുത്തെ ഏതൊക്കെ ഗ്രഹങ്ങൾ അലൈൻ ചെയ്ത് നിൽക്കുന്നു. കാരണം ഓരോ പൊസിഷനും ഓരോ ഗ്രഹങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായി ഇത് പറഞ്ഞു. അപ്പോൾ ഒരു മരണത്തിൻ്റെ കളിയിൽ നിന്ന് വേണമെന്ന് 8-ാം ഭാവത്തെ വിശേഷിപ്പിക്കുക. പൊതുവെ 8 അതുകൊണ്ട് നല്ലതല്ല. പൊതുവെ ബർത്ത് ചാർട്ടില്ലാത്ത 6ഉം 8ഉം 12 മോശപ്പെട്ടതാണ്. 1ഉം അത്ര നെഗറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതല്ല. അപ്പോൾ 1, 6, 8, 12 പൊസിഷന് വളരെ സെൻസിറ്റീവായിട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൂടുതലുള്ള. അതുമാതിരി ഇപ്പോൾ 9-ാം ഭാവം എന്ന് പറഞ്ഞാൽ 8-ാം ഭാവം ഇപ്പോൾ സപ്പോസ് പറയാം 9-ാം ഭാവത്തിൽ ഇപ്പം നമുക്കിപ്പോൾ 7 എന്ന് പറഞ്ഞല്ലോ, ഭാര്യ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭാര്യയുടെ അമ്മയെ കണ്ടുപിടിക്കണം നമുക്ക് നാളെ. ഇപ്പോൾ ഭാര്യയുടെ അമ്മയല്ല, ഭാര്യയുടെ വീടെന്ന് പറഞ്ഞാൽ 8-ാം ഭാവമാണ്. അങ്ങനെ ഉണ്ട്. 7 കഴിഞ്ഞപ്പോൾ അങ്ങനെ 8 ഭാര്യയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 8-ാം ഭാവമാണ്. അതേപോലെ ഇപ്പോൾ നമുക്ക് അച്ഛനെ കണ്ടുപിടിക്കണം, 9-ാം ഭാവം അച്ഛൻ എന്ന് പറയുന്നത്. അത് പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ മാത്രമല്ല, നമുക്ക് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ 5, 7, 9 മൂന്നാമത്തെ കുട്ടിയെ കണ്ടുപിടിക്കാൻ. അതേമാതിരി 1-ാമത്തെ വൈഫ് 7 പറഞ്ഞു, 2-ാമത്തെ വൈഫ് നമ്മൾ 9, 3-ാമത്തെ വൈഫ് 11. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ പറയാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം ഓരോ കസ്റ്റമറുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർ ചോദിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിനൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത. കമ്പ്യൂട്ടറിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് അനലൈസ് ചെയ്യാനുള്ള മനുഷ്യനെ എക്സ്പീരിയൻസിൽ കൂടെ ഇൻഡിപെൻഡൻ്റായിട്ട് ഡെസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് പലതും അറിയാൻ പറ്റും. കമ്പ്യൂട്ടറിന് അങ്ങനെ പറയാൻ പറ്റാത്ത. അപ്പോൾ അതേമാതിരി ഈ 9 ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ 10 നമ്മുടെ പിന്നെ 9 ധനസ്ഥാനവുമുണ്ട്. ധനസ്ഥാനവും കാര്യങ്ങളൊക്കെ 9ആണ്, ധനവും കാര്യങ്ങളും. പിന്നെ 10 എന്ന് പറഞ്ഞാൽ പൂർവിക സ്വത്തുക്കൾ, അല്ല അച്ഛൻ്റെ അല്ല പിന്നെ ഇത് നമുക്കെന്താ പറയുന്ന, നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ജോബ് 10-ാം ഭാവം തന്നെ കർമ്മസ്ഥാനമാണ്. 10 എന്ന് പറഞ്ഞാൽ നമുക്ക് ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെന്ന രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ ഫാമിലി, അച്ഛൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളെ, കണക്ടിവിറ്റികളെ, അല്ലെന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ, അല്ല അവരുടെ ഇതിൽ നിന്ന് കിട്ടുന്നത് ഈ അവരുടെ സമ്പാദ്യം, അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് 11-ാം ഭാവത്തിൽ ഈ അച്ഛൻ്റെ കിട്ടുന്ന ഈ സമ്പാദ്യം, നമ്മുടെ വീട്ടിലുള്ള സമ്പാദ്യങ്ങളെ, കാര്യങ്ങളെ അങ്ങനെ ഉള്ളതും നമുക്കിപ്പോൾ ജോലി കിട്ടിയിട്ട് 10 നിന്നാണല്ലോ ജോബ്. ആ ജോബ് കിട്ടിയിട്ടുള്ള ഇൻകമും നമ്മുടെ പേരൻസിലെ പൂർവിക സ്വത്തുക്കളെ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള എല്ലാം പോകുമ്പോഴേ തന്നെ 11-ാം ഭാവം നോക്കിയിട്ടാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതേപോലെ ഈ അമ്മയുടെ അല്ലെന്നൊരു അങ്ങനെ ഗ്രാൻഡ് പേരൻസുകൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെയാണെന്ന് ഒക്കെ പറയാം. പിന്നെ നാനി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ 12 വിധമാര് നമുക്ക് പ്രത്യേകിച്ച് 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ മെഡിസിൻ്റെ നമുക്കെന്തെങ്കിലും ഗുളിക കഴിക്കുന്നത്, അല്ലെന്ന രീതിയിൽ എന്താ പറയുന്നത്, അതായത് നമ്മുടെ ഈ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ്, പേഴ്സണൽ റിലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ്, ഫോറിൻ വിദേശമായിട്ടുള്ള വാസം, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള സീക്രട്ട്, അങ്ങനെയുള്ള ഒളിച്ചു വെക്കുന്നതായിട്ടുള്ള ചില നിഗൂഢകൾ, അങ്ങനെയൊക്കെ ഉള്ള ചില സംഭവങ്ങളൊക്കെ ഈ 12-ാം ഭാവത്തിൽ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയാനോ എടുക്കാനോ, നിങ്ങൾക്ക് സ്റ്റാറോ കാര്യങ്ങളോ നോക്കാനോ എടുക്കാനോ, മാരേജുമായിട്ടോ വല്ലാതെ എന്തെങ്കിലും ആയിട്ട് വ്യക്തമായിട്ട് അറിയാനോ എടുക്കാനോ താല്പര്യം ഉണ്ടെന്നില്ല കോൺടാക്ട് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ
ഈ അസ്ട്രോളജിയോ റിലേറ്റഡ് ആയിട്ടുള്ള ലാൽകിതാബ്, ന്യൂമറോളജി, അല്ലെങ്കിൽ ഈ വേദിക് അസ്ട്രോളജി, നാഡി അസ്ട്രോളജി, ബൃഹനാഡി, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്ന് ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.